നാട്ടികയ്ക്ക് പരിചയപ്പെടുത്തേണ്ട മുഖമല്ല, നാട്ടികയുടെ സുപരിചിതമായ മുഖമാണ്. ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ നാട്ടികക്കാർക്ക് അത് ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുന്ന വ്യക്തിത്വം തന്നെയാണ്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അങ്കത്തട്ടിലേക്ക് കടന്നു വരുമ്പോൾ വലിയ ഒരു ആവേശത്തിൽ തന്നെയാണ് നാട്ടികയും നാട്ടികയുടെ മണ്ണും. എങ്ങനെ നോക്കുന്നു? 10 വർഷം ഈ നാട്ടിക മണ്ഡലത്തിലെ ജനങ്ങൾ എന്നെ ഈ മണ്ഡലത്തിലെ MLA ആക്കിയതാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ സഖാക്കൾ, സഹപ്രവർത്തകർ. ചരിത്രമുറങ്ങുന്ന അന്തിക്കാടിൻ്റെ ഈ സമരഭൂമിയിൽ നിന്നാണ് ഇന്ന് എൻ്റെ പ്രചരണം തുടങ്ങുന്നത്. ശക്തമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഖാക്കളുടെ സാന്നിധ്യത്തിലാണ് ഞാനിന്ന് അന്തിക്കാട് പഞ്ചായത്തിലെ വോട്ടർമാരെ കാണുന്നത്. അവർ മുന്നോട്ട് വയ്ക്കുന്നത് ചരിത്രമുറങ്ങുന്ന ഈ സമരഭൂമിയിൽ തീർച്ചയായിട്ടും അന്തിക്കാടിൻ്റെ വോട്ടർമാർ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസമാണ്. അവർ തന്നെയാണല്ലോ 2 തവണകളിലായി 10 വർഷം നിയമസഭയിൽ എന്നെ പറഞ്ഞയച്ചത്. ആ ജനം അന്തിക്കാടിൽ നിന്ന് എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ഇന്ന് ഞാൻ വോട്ടർമാരെ കാണുന്നു. അവരുമായി വോട്ടഭ്യർത്ഥിക്കുകയാണ്. പൂർണ്ണ വിശ്വാസം, എല്ലാ തലത്തിലുള്ള ആത്മവിശ്വാസം ഈ നാട്യ മണ്ഡലത്തിലെ ജനങ്ങൾ നൽകിയ 10 വർഷത്തെ അംഗീകാരം വീണ്ടും തുടർ ഭരണത്തിന് വേണ്ടി ഈ മണ്ഡലത്തിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടെ അരിവാൾ ധാന്യക്കതിർ ചിഹ്നത്തിൽ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ നാട്ടികയുടെ മണ്ണ് ഇടതിൻ്റെ മണ്ണാണ്. ചുവപ്പിൻ്റെ ഒരു പ്രത്യേക ശാസ്ത്രമുണ്ട്. പക്ഷേ ഈ കുറി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ വിമർശനങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെയായിട്ട് യഥാർത്ഥത്തിൽ 3 മുന്നണികളും ഒപ്പത്തിനൊപ്പം എന്നുള്ള രീതിയിലാണ് ഞങ്ങളൊക്കെ വീക്ഷിക്കുന്നത്. അതിന് നമുക്കറിയാൻ പറ്റും, നിലവിലത്തെ MLA ഒരുപക്ഷെ LDFൻ്റെ നിന്ന് മാറി MLA സ്ഥാനം രാജിവെച്ച് ഒടുവിൽ BJPയുടെ അങ്കത്തട്ടിൽ നിൽക്കുന്നു, മത്സര രംഗത്തേക്ക് കടന്നു വരുന്നു. യഥാർത്ഥത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്ന ഒരാശയം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുൻപിലേക്ക് കൊടുക്കുന്ന ചില ചോദ്യങ്ങൾ, ഇത് എത്തരത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്? യഥാർത്ഥത്തിൽ ഇത് തീരുമാനിക്കേണ്ടത് ജനമാണ്. ജനങ്ങൾ ഏത് ആശയത്തിൻ്റെ ഒപ്പം നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം 9-ാം തീയതി പോളിംഗ് കഴിഞ്ഞാൽ മനസ്സിലാവും. അതൊന്നും നമുക്ക് അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. പക്ഷെ തീർച്ചയായിട്ടും നേരത്തെ എൻ്റെ സഖാക്കൾ സൂചിപ്പിച്ചത് വ്യക്തമായ മറുപടിയാണ്. ആ മറുപടിയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്നെ ഏൽപ്പിച്ച ജോലി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ട് വോട്ടർമാരെ കാണുക, കഴിയുന്നതും അവരരികിലെത്തുക, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക, കഴിഞ്ഞ 10 വർഷം ഞാൻ ചെയ്ത വികസനങ്ങൾ മുന്നോട്ട് വയ്ക്കുക, അത് നെഞ്ചിലേറ്റി അവരുടെ വോട്ടുകൾ ഉറപ്പിക്കുക. ഇതാണ് മുന്നണി സംവിധാനത്തിന് എന്നെ ഏൽപ്പിച്ചത്. ആ ജോലിയുമായിട്ട് ഞാൻ വന്തിക്കാടിൻ്റെ സമരവീതിയിലൂടെ പോവും. നിങ്ങളും കൂടെ ഉണ്ടാവണം. ചുരുങ്ങിയ സമയമേ ഉള്ളൂ, വലിയ ഓട്ടപ്രദേശമാണ് അല്ലേ? നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ഒരു തിരക്കെന്ന് പറഞ്ഞാൽ രാവിലെ എത്ര മണിക്ക് തുടങ്ങും? എങ്ങനെയാണ് കാര്യങ്ങളെല്ലാം? ഒരു 6:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇനി ഇത് ടൈം കൂടാൻ പോവാണ്, സമയമില്ല, ഒരിക്കലുമില്ല. 5 മണിക്ക് കടപ്പുറത്തെത്തും. തീരദേശ മേഖലയാണ്, കടലോര മേഖലയാണ്. കടലും കായലും മലയോരവും കൈക്കോർത്ത് പിടിക്കുന്ന നാട്ടികയാണ്. 10 വർഷം എനിക്കറിയാലോ അതിൻ്റെ പൾസ്. അതുകൊണ്ട് 2 ദിവസം കടലിൽ പോയിട്ട് തിരിച്ചു വരുന്നവരെ കാണാൻ പുലർച്ചെ എത്തണം. കടലിൽ പോകുന്ന ആളുകളെയും കാണണം. അപ്പം മത്സ്യബന്ധന മേഖലയിൽ തൊഴിലെടുക്കുന്ന വളരെ കഠിനാധ്വാനികളായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളെ കാണുക എന്നുള്ള ദൗത്യം എൻ്റെ 2ാമത്തെ പ്രചരണമാണ്. തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികൾ എന്നെ കൈവിടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തുടർന്നും ഞങ്ങൾ ആ പ്രവർത്തനമായി തിരക്കുണ്ട് എങ്കിലും ഒറ്റ കാര്യോട് ചോദിക്കുന്നു. 10 വർഷം നെഞ്ചോട് ചേർത്ത് പിടിച്ചതാണ് ഈ നാട്ടിക മണ്ണ്. വീണ്ടും ഒരു 5 വർഷം കൂടെ മുന്നിലേക്ക് വരുമ്പോൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന ആദ്യത്തെ സമ്മാനം എന്തായിരിക്കും? കുടിവെള്ളം ഉറപ്പുവരുത്തുക എന്നുള്ള സംവിധാനം. കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ് തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരിക്കുമ്പോൾ കിഫ്ബി എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് കേരളത്തിലുടനീളം വളരെ ഫലപ്രദമായി നടത്തിയ പ്രൊജക്റ്റ്. അതുതന്നെയാണ് എനിക്കും കിട്ടിയത്. MLA ആയിരിക്കുമ്പോൾ കിഫ്ബി പ്രൊജക്റ്റിലൂടെ 34 കോടി രൂപ നമ്മുടെ അന്തിക്കാട്, താന്യം, ചാഴൂർ കുടിവെള്ള മേഖലയിൽ ഏറ്റവും ഗുരുതരമായ വിഷയം നിലനിൽക്കുന്നതും അത് നിയമസഭയ്ക്കകത്ത് പ്രകടമാക്കിയതിൻ്റെ ഭാഗമായി 34 കോടി രൂപയുടെ താന്യം, അന്തിക്കാട്, ചാഴൂർ കുടിവെള്ള പാക്കേജ്, തീരദേശ മേഖലയിൽ കുടിവെള്ളം ഉറപ്പുവരുത്തുന്നു എന്ന് പറയുന്ന 90 കോടിയുടെ കുടിവെള്ള പാക്കേജ്, ഇതെല്ലാം ഓൺഗോയിങ് ആണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ ചിറക്കൽ വലിയൊരു പ്ലാന്റാണ് അവിടെ നിർമ്മിക്കുന്നത്. അന്തിക്കാടും പ്ലാന്റിൻ്റെ വർക്ക് ഓൺഗോയിങ് ആണ്. കുറേയും കൂടി വർക്കുകൾ ഒരു 8 മാസം ആകുമ്പോഴേക്കും അതിൻ്റെ ഫിനിഷിംഗ് വർക്ക് കംപ്ലീഷൻ ആവുന്നതോടുകൂടി 3 പഞ്ചായത്തിലെ എൻ്റെ ജനങ്ങൾക്ക് കുടിവെള്ളം 24 മണിക്കൂറും കൊടുക്കുക എന്ന ലക്ഷ്യമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അത് ഫലപ്രദമായി എനിക്ക് നടപ്പിലാക്കാൻ കഴിയും. അതിന് ഇടതുപക്ഷ ഗവൺമെൻറ് മുന്നോട്ട് വെച്ച ആ കോടിക്കണക്കിന് ഫണ്ട് വിനിയോഗിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം ജനങ്ങൾ എന്നെ ഏൽപ്പിക്കും. ഞാൻ തുടക്കം തന്നെ ഈ ഒരു ഞങ്ങളുടെ അഭിമുഖം അവസാനിപ്പിക്കാൻ മുൻപായിട്ടൊരു കാര്യം, നാട്ടികയുടെ നന്മ,
എന്തായാലും നല്ലൊരു ടൈറ്റിലാണ്. ആ ഒരു നന്മകളാൽ സമൃദ്ധമായി തീരട്ടെ. അന്തിക്കാടും തനുവും പാർളവും ചേർപ്പും എല്ലാം ചേർന്ന നാട്ടികയുടെ മണ്ണ് വീണ്ടും ചേർത്ത് പിടിക്കുമെന്ന വലിയൊരു ആത്മവിശ്വാസത്തിലാണ് LDFിൻ്റെ ക്യാമ്പ്. എല്ലാവിധ ഭാവുകങ്ങളും ടീം മീഡിയ4 നേരുകയാണ്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. ചുരുങ്ങിയ സമയമേ ഉള്ളൂ. ഓട്ടപ്രദർശനം നടത്തണം, പരമാവധി ആളുകളിലേക്ക് എത്തണം. ആ ഒരു ആവേശത്തിൽ തന്നെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. പ്രിയപ്പെട്ട വോട്ടർമാരോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാട്ടിക മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായി എന്നെ നെഞ്ചിലേറ്റിയ എൻ്റെ ജനങ്ങൾ അരിവാൾ ധാന്യക്കതിർ ചിഹ്നത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ വോട്ടുകൾ നൽകി എന്നെ നിയമസഭയിലെത്തിക്കണം. തുടങ്ങി വെച്ചതും പുതിയതായി ആരംഭിക്കേണ്ടതുമായ വികസന പദ്ധതികൾക്കായി നിങ്ങളിലൊരാളായി ഞാനുണ്ടാവും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.